ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരണത്. അപ്പോൾ ഓണത്തിന് ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് രണ്ട് വിഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കണത്. ഒരു പച്ചടിയാണ്. പച്ചടി പലതരം പച്ചടികൾ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണതെന്ന് ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. വീട്ടിലൊരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അത് മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പറിക്കാതെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഇന്ന് എന്തായാലും അത് പറിച്ചെടുത്തുന്നൊരു പച്ചടി ഉണ്ടാക്കാമെന്ന് കരുതി. പൈനാപ്പിളിനെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി എടുത്തു. അതിനെ വേവിക്കാൻ അടുപ്പത്ത് വെച്ചു. അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഷ്ണങ്ങൾ നന്നായി വേവണം. കഷ്ണങ്ങൾ നന്നായി വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് ഒരു ചെറിയ മധുരം വേണം. അതിന് വേണ്ടിയിട്ട് മധുരം കുറച്ചൊക്കെ ഉള്ള, അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിളിനായിരുന്നു. എന്നാലും അതിലേക്ക് ഒരു കുറച്ചും കൂടെ മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകുമാണ് അരപ്പിന് ചേർക്കണത്. അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കടുക്, പച്ചടിയിൽ കടുക് അരച്ച് കൊടുക്കണം. അപ്പോൾ കടുക് ഞാൻ അരച്ചെടുക്കണില്ല, അത് കടുക് പൊടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. കടുക് അരച്ച് കൊടുക്കുമ്പോൾ ടേസ്റ്റിക്ക് ഇഷ്ടമല്ല, അത് കാരണമാണ് കടുകിനെ പൊടിച്ചിട്ട് കൊടുക്കണത്. അപ്പോൾ അധികം കടുകിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല. ഈ ചേരുവകളെല്ലാം ചേർത്ത് റെഡിയാക്കി വെന്ത ശേഷം പിന്നെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് കേട്ടോ ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കണത്. തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കിയ ശേഷം പിന്നെ കടുക് താളിച്ചിടുകയാണ്. കടുകും വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ താളിച്ചിട്ടു. അപ്പോൾ ഇപ്പോൾ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അടുത്തത് റെഡിയാക്കി എടുക്കണത് അവിയലാണ്. അപ്പോൾ അവിയലിന് കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കുമ്പോഴും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഉണ്ടാവും. അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടും. അപ്പം അങ്ങനെ ആവശ്യത്തിന് ഉപ്പും എല്ലാം ഇട്ട് കഷ്ണങ്ങൾ വേവിച്ചെടുത്തു. കഷ്ണങ്ങൾ വെന്ത ശേഷമാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കണത്. ആദ്യമേ ഉപ്പിടുകയാണെങ്കിൽ ഒരുപോലെ വെന്ത് കിട്ടില്ല. അപ്പോൾ ഉപ്പും ചേർത്തു. പിന്നെ അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ ഒരു 1/2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ശർക്കരയാണ് ചേർത്ത് കൊടുക്കണത്. അതും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്നും കൂടെ ലോ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് അരപ്പ് ചേർക്കണത് തേങ്ങയും ജീരകവും പച്ചമുളകില്ല. അപ്പോൾ പച്ചമുളകിന് പകരം ഒരു കാന്താരിയുടെ ഐറ്റത്തിൽ പെട്ടതാണ് ഒരു വെള്ളമുളക്. നല്ല എരിവാണ് അതിന്. ആ ഒരു മുളകാണ് കേട്ടോ 2-3 ചേർത്ത് കൊടുക്കണത്. ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ അരപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പും കൂടെ അതിലിട്ട് ഒന്നും കൂടെ വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തൈരും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടു. ഇപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട്. അവിയലൊക്കെ കഷ്ണങ്ങൾ ഉണ്ടാക്കാൻ മാത്രം കുറച്ച് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കാനുള്ളൂ കുറച്ച് ടൈം വേണ്ടു. പിന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ അവിയൽ വെന്ത ശേഷം അതിൻ്റെ മുകളിലൊരു ഇല വെച്ചിട്ടാണ് കേട്ടോ അടച്ച് വെക്കണത്. നമ്മളെന്ത് അവിയൽ അതുപോലെ കാളൻ അതൊക്കെ അങ്ങനത്തെ ഐറ്റം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിലൊരു വാഴയില വെട്ടി വെക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ആ വാഴയിലയുടെ ഒരു സ്മെല്ലും കൂടെ അതിലേക്ക് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് അതിൽ ആ വാഴയിലയും കൂടെ വെച്ചിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. അധികം കിച്ചണിലെ പണികളൊന്നും അറിയാത്തവരൊക്കെ ഓണസദ്യ ഒരുക്കാനും ഒക്കെ യൂട്യൂബിലൊക്കെ നോക്കി വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും ചെയ്യണത്. അപ്പോൾ അങ്ങനെ ചെയ്യണവർക്കൊക്കെ എൻ്റെ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായി, അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് വിടണേ.